मैं केरल के मतदाता भाइयों बहनों को कहने आया हूं कि 2026 का चुनाव एनडीए बीजेपी के नेतृत्व में, मोदी जी के नेतृत्व में सरकार बनाने के लिए लड़ने जा रहा है। ഈ നാട്ടിലെ വോട്ടർമാരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, 2026 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ദേശീയ ജനാധിപത്യ സഖ്യം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ സർക്കാർ ഉണ്ടാക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും। आज मैं केरल की जनता को कहने आया हूं, आप परिवर्तन चाहते हैं तो एलडीएफ को निकालने के लिए यूडीएफ को वोट देते हैं और यूडीएफ को निकालने के लिए एलडीएफ को वोट देते हैं, मगर दोनों परिवर्तन नहीं कर सकते। अब समय आ गया है कि परिवर्तन करने के लिए, विकसित केरलम बनाने के लिए सीधा भारतीय जनता पार्टी और एनडीए के लिए वोट करिए। കേരളത്തിലെ ജനങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടത് മാറ്റമാണെങ്കിൽ എൽഡിഎഫിനെ മാറ്റി യുഡിഎഫിനെ, യുഡിഎഫിനെ മാറ്റി എൽഡിഎഫിനെ കൊണ്ടുവരുന്ന പതിവ് അവസാനിപ്പിക്കണം। ഇത് വികസിത കേരളമാണ് നിങ്ങളുടെ സങ്കല്പമെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഇതാ സമയമായിരിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടിയെ അധികാരത്തിലെത്തിച്ച് ഒരു വികസിത കേരളം സാക്ഷാത്കരിക്കാനുള്ള സമയം ആഗതമായിരിക്കുന്നു। अभी अभी कम्युनिस्ट नेता एक कांग्रेस में कह रहे थे कि भाजपा उत्तर भारत की पार्टी, उनको मालूम नहीं है असम में हमारी सरकार है, त्रिपुरा में लेफ्ट को हटाकर हमने सरकार बनाई है, ओडिशा में हमने सरकार बनाई है, तेलंगाना में हम सबसे बड़ी पार्टी बने हैं लोकसभा के चुनाव में, और तमिलनाडु में सरकार बनाने जा रहे हैं। സാധാരണഗതിയിൽ CPM-കാരും കോൺഗ്രസ്സുകാരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ളത് വടക്കേ ഇന്ത്യയുടെ പാർട്ടിയാണ്, വടക്കേ ഇന്ത്യൻ പാർട്ടിയാണ്। പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, കിഴക്കൻ നാടുകളിൽ വടക്ക് കിഴക്കൻ പ്രദേശമായ ആസാമിൽ ഭാരതീയ ജനതാ പാർട്ടിയാണ് ഭരിക്കുന്നത്, ത്രിപുരയിൽ ഇടതുപക്ഷത്തെ തറപറ്റിച്ച് ഭാരതീയ ജനതാ പാർട്ടിയാണ് ഭരിക്കുന്നത്, ഒറീസ BJP ആണ് ഭരിക്കുന്നത്, തെലങ്കാനയിലെ ഏറ്റവും വലിയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്। ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇതാ തമിഴ്നാട്ടിലും നമ്മൾ സർക്കാർ ഉണ്ടാക്കാൻ പോവുകയാണ്। भाइयों बहनों, हम जब ओडिशा में मेहनत कर रहे थे तब भी हम पर ताने कस रहे थे, ओडिशा में आज भारतीय जनता पार्टी की सरकार बन चुकी है। ഒറീസയിൽ നമ്മൾ പരിശ്രമിച്ചപ്പോൾ എല്ലാവരും നമ്മളെ പരിഹസിച്ചു, പക്ഷേ ഇന്ന് ഒറീസയിൽ ഭാരതീയ ജനതാ പാർട്ടി സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നു। आसाम में भी हमें ताने कसे जाते थे, आसाम में भी 2 बार भारतीय जनता पार्टी की सरकार लगातार जीत कर आई है। അസാമിൽ സർക്കാർ ഉണ്ടാക്കാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞപ്പോഴും നമുക്ക് പരിഹാസമായിരുന്നു, പക്ഷേ തുടർച്ചയായി 2 തവണ അസാമിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തി। और मैं केरल की जनता का धन्यवाद करना चाहता हूं। 2014 के इलेक्शन में केरल की जनता ने भाजपा को 11% वोट दिए, 19 में 16%, 24 में 20% वोट दिया। अब बारी है भाजपा की सरकार बनाने की बारी है। കേരളത്തിലെ ജനങ്ങളോട് ഞാൻ നന്ദി പറയുകയാണ്। 2014 നമുക്ക് 11% വോട്ട് നൽകി, 2019 ആയപ്പോൾ അത് 16%, 2024 ആയപ്പോൾ 20% വോട്ടുകൾ നിങ്ങൾ BJPക്ക് നൽകി। ഇതാ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ അധികാരത്തിലെത്താനുള്ള അവസരം സമാഗതമായിരിക്കുന്നു। मैं केरल के मतदाता भाइयों बहनों को कहने आया हूं कि 2026 का चुनाव एनडीए बीजेपी के नेतृत्व में, मोदी जी के नेतृत्व में सरकार बनाने के लिए लड़ने जा रहा है। ഈ നാട്ടിലെ വോട്ടർമാരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, 2026 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ദേശീയ ജനാധിപത്യ സഖ്യം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ സർക്കാർ ഉണ്ടാക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും। और भाइयों बहनों, यहाँ सैकड़ों कार्यकर्ता, 25,000 से ज्यादा कार्यकर्ता बैठे, मैं उनको याद कराने आया हूं कि हमारे सैकड़ों कार्यकर्ताओं की लेफ्ट के गुंडों ने हत्या की है। हमारे सैकड़ों कार्यकर्ताओं ने
अपने जीवन का बलिदान दिया है, उनके परिवारों ने, किसी ने पति, किसी ने भाई, किसी ने बेटा गंवाया है, वो सभी का स्वप्न था केरल में एनडीए बीजेपी की सरकार बने। अब स्वप्न सच करने का समय आ गया है। जिस पार्टी को 20% वोट मिल जाए वो 35% वोट प्राप्त करने में देरी नहीं करती है। आज इस सम्मेलन में से आप सभी लोग संकल्प लेकर जाएं कि आने वाले लोकल बॉडीज के चुनाव में एनडीए 21,000 स्थानों पर लड़ेगी और 25% वोट के साथ हर बूथ में अपनी प्रेजेंस दर्ज कराएगी। ഇവിടെ ഇരിക്കുന്ന 10,000 കണക്കിന് പ്രവർത്തകരെ ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ നാട്ടിലെ ഇടതുപക്ഷം കൊന്നുതള്ളിയ നമ്മുടെ സഹോദരന്മാരെ പറ്റി. 100 കണക്കിന് സഹപ്രവർത്തകന്മാരെയാണ്, ധീര ബലിദാനികളെയാണ് നമുക്ക് നഷ്ടമായിട്ടുള്ളത്. ഭർത്താവിനെ, മകനെ, സഹോദരനെ, സഹോദരിയെ ഒക്കെ അവരുടെ ക്രൂരത ഇല്ലാതെയാക്കി. പക്ഷേ അപ്പോഴൊക്കെ നമ്മുടെ ലക്ഷ്യമെന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടി കേരളം ഭരിക്കുക എന്നതായിരുന്നു.